എല്ലാവർക്കും നമസ്കാരം. ഞാൻ സവിനൂസ് മാത്സ് പ്ലസിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മളിതുവരെ HSA മാത്തമാറ്റിക്സിൽ ലിമിറ്റ്സ്, കണ്ടിന്യൂറ്റി ഈ രണ്ട് ടോപ്പിക്സുമാണ് എടുത്തുകൊണ്ടിരുന്നത് കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിഫറൻഷ്യബിലിറ്റി ആണ്. ഡിഫറൻഷിയേഷൻ എന്ന് പറഞ്ഞാൽ അവകലനം എന്ന് മലയാളത്തിൽ പറയാം. ഡിഫറൻഷ്യബിൾ എന്ന് പറഞ്ഞാൽ അവകലനീയം. ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറഞ്ഞാൽ അവകലനീയത എന്നൊക്കെ മലയാളത്തിൽ പറയാം. അപ്പോൾ ഒരു ഫംഗ്ഷൻ എങ്ങനെ ഡിഫറൻഷ്യബിൾ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. അതാണ് നമ്മളിവിടെ പഠിക്കുന്നത്. 2013 ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറഞ്ഞ ഏരിയയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അത് നമുക്കിന്ന് ഇവിടെ ക്ലാസ്സിൽ സോൾവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിന്യൂറ്റി, ലിമിറ്റ്സ് ഇതിൻ്റെയൊക്കെ വീഡിയോസ് കാണാത്തവർ ആദ്യം അത് കാണുക, കണ്ട് മനസ്സിലാക്കുക. എന്നതിന് ശേഷം ഈ ഡിഫറൻഷ്യബിലിറ്റിയുടെ വീഡിയോ കണ്ടാൽ കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവും. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, കഴിഞ്ഞ 2 വീഡിയോസിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ കാണുക കണ്ടിട്ടില്ലെങ്കിൽ. അപ്പോൾ നമുക്ക് ഡിഫറൻഷ്യബിലിറ്റി, അപ്പോൾ ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണോ നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യും? അപ്പോൾ നമുക്ക് y = f of x എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ എടുക്കാം. y = f of x. We are considering the function y = f of x. See, the function is differentiable at x = a. This function y = f of x is differentiable at x = a if the left hand derivative of f of x at x = a is equal to the right hand derivative of f of x at x = a. So a function is differentiable if left hand derivative equal to right hand derivative at a particular point. See, left hand derivative LHD at x = a, it is denoted as LF dash of a. ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും ഈക്വൽ ആണെങ്കിലാണ് ആ ഫംഗ്ഷൻ ആ പോയിന്റിൽ എന്താണെന്ന് പറയുക, ഡിഫറൻഷ്യബിൾ ആണ് അല്ലെങ്കിൽ അവകലനീയമാണ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എങ്ങനെയാണ് കാണുന്നതെന്ന് പഠിച്ചാൽ മതി. എന്നിട്ട് പ്രോബ്ലത്തിൽ നമ്മൾ ആ രണ്ടും ഈക്വൽ ആണോ നോക്കുക. അങ്ങനെയാണെങ്കിൽ അത് ഡിഫറൻഷ്യബിൾ ആയിരിക്കും. നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് at x = a, left hand derivative of f of x at x = a, left hand derivative of f of x at x = a. See, left hand derivative of f of x at x = a is denoted as LF dash of a. See, LF dash of a, L എന്താണ് ലെഫ്റ്റിനെ സൂചിപ്പിക്കാൻ. എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, എഫ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ്. എഫ് ഡാഷ് ഓഫ് എ മീൻസ് ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് അറ്റ് ദ പോയിന്റ് x = a. So LF dash of a is left hand derivative of f of x at x = a, and that is calculated using the limit h tends to 0 f of a minus h minus f of a divided by minus h. So if the value of this limit is called left hand derivative of the function f of x at x = a. അപ്പോൾ x = a എന്ന് പറഞ്ഞ പോയിന്റിലുള്ള ഫംഗ്ഷന്റെ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് LF dash of a ആണ്. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ലിമിറ്റ് h tends to 0 f of a minus h minus f of a divided by minus h. അപ്പോൾ x = a എന്ന് പറഞ്ഞ പോയിന്റിലുള്ള ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ആണിത്. ഇനി ഇതുപോലെ റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് RHD of f of x at x = a. ഇവിടെ റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ആയതുകൊണ്ട് നമ്മൾ അതിനെ r എന്ന് ഡിനോട്ട് ചെയ്യുക. ഡെറിവേറ്റീവ് ഓഫ് x at x = a is f dash of a. അപ്പോൾ ഇതിനെ RF dash of a എന്ന് ഡിനോട്ട് ചെയ്യാം. നമുക്ക് RF dash of a മീൻസ് റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ f of x at x = a. നമുക്ക് റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. RF dash of a is equal to limit h tends to 0 f of, ഇവിടെ a minus h ആയിരുന്നു ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവിൽ, ഇവിടെ എന്താവും a plus h ആവും. f of a plus h minus f of a divided by minus h എന്നുള്ള ഇവിടെ എന്താവും പ്ലസ് h ആവും. സോ ഇതാണ് ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും x = a എന്ന് പറഞ്ഞ പോയിന്റിലുള്ള പോയിന്റിൽ കാണുന്നതിനുള്ള ഇക്വേഷൻസ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും x = a യിൽ ഈക്വൽ ആണെങ്കിൽ ആ ഫംഗ്ഷൻ x = a യിൽ ഡിഫറൻഷ്യബിൾ ആയിരിക്കും നമ്മൾ പറയാം. അപ്പോൾ നമുക്ക് if left hand derivative of f of x at x = a equal to right hand derivative of f of x at x = a is equal to L, then f dash of a is equal to L now.
ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് അറ്റ് എക്സ് ഈക്വൽ ടു എ എല്ലാണ്. റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എഫ് ഓഫ് എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു എ അതും എല്ലാണ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും എക്സ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞ പോയിന്റിൽ എല്ലാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എക്സ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞ പോയിന്റിലുള്ള ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ് എൽ എന്ന് പറയാം. നമുക്ക് അതുപോലെ ഇഫ് ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് അറ്റ് എക്സ് ഈക്വൽ ടു എ L f dash of a not equal to right hand derivative at x equal to a. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും ഈക്വൽ എല്ലാം വിചാരിക്കാം. then f of x is not differentiable at x equal to a. അങ്ങനെയാണെങ്കിൽ എക്സ് ഈക്വൽ ടു എയിൽ എഫ് ഓഫ് എക്സ് എന്തല്ല? ഡിഫറൻഷ്യബിൾ അല്ല. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇത്ര പറഞ്ഞതിൻ്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആവണമെങ്കിൽ ആ പോയിന്റിലുള്ള ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും ഈക്വൽ ആവണം. ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും ഒരു പ്രത്യേക വാല്യൂവിന് ഈക്വൽ ആണെങ്കിൽ അത് തന്നെയായിരിക്കും ആ പോയിന്റിലുള്ള ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു എ L f dash of a and that is equal to right hand derivative of f of x at x equal to a, that is r f dash of a is equal to L. അപ്പോൾ റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും എക്സ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞ പോയിന്റിൽ L ആണെങ്കിൽ നമുക്ക് എന്ത് പറഞ്ഞാൽ മതി? എക്സ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞ പോയിന്റിലുള്ള ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ് L എന്ന് പറഞ്ഞാൽ മതി. അപ്പം അങ്ങനെയാണെങ്കിൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എക്സ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞ പോയിന്റിലുള്ള ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എന്താണ്? L ആണ്. ഇപ്പോൾ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും എക്സ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞ പോയിന്റിൽ ഈക്വൽ അല്ല. അങ്ങനെയാണെങ്കിൽ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽ ടു എ. അപ്പോൾ ഇത് ഓർത്തിരിക്കുക. ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും എക്സ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞ പോയിന്റിലുള്ള ഫംഗ്ഷന്റെ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും എക്സ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞ പോയിന്റിൽ കാണുന്നതിനുള്ള ലിമിറ്റിന്റെ ഇക്വേഷൻ ഓർത്തിരിക്കുക. ഇനി നോക്കാം, നമ്മൾ നേരത്തെ കണ്ടിന്യൂറ്റി പഠിച്ചു. കണ്ടിന്യൂറ്റിയും ഡിഫറൻഷ്യബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻ എന്താ നോക്ക്. ഈ റിലേഷൻ ജസ്റ്റ് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി, പ്രൂഫ് ഒന്നും വേണ്ട. എവറി ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. എവറി ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. എവറി ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. എല്ലാ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷനും എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. അതായത് ഒരു പോയിന്റിൽ ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ആ പോയിന്റിൽ എന്തായാലും ആ ഫംഗ്ഷൻ എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. സോ എവറി ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. ബട്ട് എവറി കണ്ടിന്യൂസ് ഫംഗ്ഷൻ need not be differentiable. നമുക്ക് എവറി ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. എല്ലാ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷനും എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. പക്ഷേ ബട്ട് എവറി കണ്ടിന്യൂസ് ഫംഗ്ഷൻ നീഡ് നോട്ട് ബി ഡിഫറൻഷ്യബിൾ. പക്ഷേ എല്ലാ കണ്ടിന്യൂസ് ഫംഗ്ഷനും എന്തായിരിക്കണം എന്നില്ല? ഡിഫറൻഷ്യബിൾ ആവണം എന്നില്ല. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആവണമെങ്കിൽ അത് കണ്ടിന്യൂസ് ആയേ മതിയാവും. ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് അല്ലെങ്കിൽ ഒരിക്കലും ആ പോയിന്റിൽ എന്താവില്ല? ഡിഫറൻഷ്യബിൾ ആവില്ല. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആവണമെങ്കിൽ ആ പോയിന്റിൽ ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയേ മതിയാവും. ഓക്കെ. അപ്പോൾ പക്ഷേ ഒരു പോയിന്റിൽ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എന്നുള്ളത് കൊണ്ട് ആ പോയിന്റിൽ ആ ഫംഗ്ഷൻ എന്താവണമെന്നില്ല? ഡിഫറൻഷ്യബിൾ ആവണമെന്നില്ല. സോ കണ്ടിന്യൂറ്റി ഈസ് ഓൺലി എ നെസസറി കണ്ടീഷൻ ഫോർ ഡിഫറൻഷ്യബിലിറ്റി, ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ സഫീഷ്യന്റ് കണ്ടീഷൻ. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആവാനുള്ള ഒരു നെസസറി കണ്ടീഷൻ മാത്രമാണ് എന്ത്? കണ്ടിന്യൂസ്. അതായത് ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആവണമെങ്കിൽ ആ ഫംഗ്ഷൻ ആ പോയിന്റിൽ എന്തായിരിക്കണം? കണ്ടിന്യൂസ് ആയിരിക്കണം. ഒരു പോയിന്റിൽ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ലെങ്കിൽ ആ പോയിന്റിൽ ആ ഫംഗ്ഷൻ എന്തുമായിരിക്കില്ല? ഡിഫറൻഷ്യബിളും ആയിരിക്കില്ല. അപ്പോൾ ഒരു പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആവണമെങ്കിൽ ആ പോയിന്റിൽ ആ ഫംഗ്ഷൻ നിർബന്ധമായും കണ്ടിന്യൂസ് ആവണം. പക്ഷേ കണ്ടിന്യൂസ് ആണ് എന്നുള്ളത് കൊണ്ട് എന്താവണം എന്നില്ല? ഡിഫറൻഷ്യബിൾ ആവണം എന്നില്ല. പക്ഷെ നമുക്ക് നേരെ തിരിച്ച് പറഞ്ഞാൽ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ അതെന്തായാലും കണ്ടിന്യൂസ് ആയിരിക്കും. സോ എവറി ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. എല്ലാ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷനും കണ്ടിന്യൂസ് ആണ്. ബട്ട് എവറി കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് നീഡ് നോട്ട് ബി ഡിഫറൻഷ്യബിൾ. ഇപ്പോൾ ഉദാഹരണത്തിന് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് എന്നെടുക്കാം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡ് എക്സ്. അപ്പോൾ മോഡ് എക്സിന്റെ ഗ്രാഫ് നമുക്കറിയാം എങ്ങനെ വരാം? വി ഷേപ്പിലുള്ള ഗ്രാഫാണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സിന്റെ. ഒറിജിൻ ഇതാണ് എഫ് ഓഫ് എക്സ് ഈക്വൽ മോഡ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ, മോഡൽസ് ഫംഗ്ഷന്റെ ഗ്രാഫ്. ഇവിടെ എക്സ് ഈക്വൽ 0യിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്.
നമ്മൾ കണ്ടിന്യൂറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞു ഫംഗ്ഷൻ കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിൽ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെങ്കിൽ ആ പോയിന്റിൽ ആ ഫംഗ്ഷന്റെ ഗ്രാഫിന് എന്തുണ്ടാവരുത്, ബ്രേക്ക് ഉണ്ടാവരുത്, തുടർച്ചയായിട്ടുള്ള ഗ്രാഫ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ x=0 ഫംഗ്ഷന് എന്തില്ല, ബ്രേക്ക് ഒന്നുമില്ല, കറക്റ്റ് ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ പോകുന്നുള്ളൂ. ഈ പോയിന്റിൽ ഫംഗ്ഷന് ഗ്യാപ്പും ബ്രേക്കും ഒന്നുമില്ല. അപ്പോൾ ഈ x=0 f(x)mod x എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. പക്ഷേ x=0 f(x) എന്തല്ല, ഡിഫറൻഷ്യബിൾ അല്ല. So f(x)mod x is continuous at x=0 but it is not differentiable there. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു f(x)mod x is continuous at x=0. x=0 f(x)mod x എന്ന ഗ്രാഫിന് എന്തില്ല, ബ്രേക്ക് ഇല്ല. അപ്പോൾ അത് x=0 കണ്ടിന്യൂസ് ആണ്, നമുക്കത് ഗ്രാഫ് കണ്ടാൽ മനസ്സിലാവും. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് x=0. പക്ഷേ x=0 f(x)mod x എന്തല്ല, ഡിഫറൻഷ്യബിൾ അല്ല. ഇപ്പോൾ നോക്കാം, നമുക്ക് ആദ്യം കണ്ടിന്യൂസ് ആണോ നമ്മളെങ്ങനെ പ്രൂവ് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞു x=a കണ്ടിന്യൂസ് ആവണമെങ്കിൽ എന്താ കണ്ടീഷൻ, limit x tends to a minus f of x is equal to limit x tends to a plus f of x is equal to f of a. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഫംഗ്ഷന്റെ വാല്യൂവും ഇത് മൂന്നും ഈക്വൽ ആണെങ്കിൽ ആ പോയിന്റിൽ ആ ഫംഗ്ഷൻ എന്തായിരിക്കും, കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ അപ്പോൾ ആദ്യം നമ്മൾ കണ്ടിന്യൂസ് അറ്റ് x=0 അത് പ്രൂവ് ചെയ്യാം. അപ്പോൾ ഇവിടെ f of x is equal to mod x ആണ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് at x=0. x=0 ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എങ്ങനെ എഴുതാം, ലിമിറ്റ് x tends to 0 minus f of x is equal to limit h tends to 0 f of 0 minus h. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞതാണ്. അത് കാണാത്തവർ ആദ്യം അത് കണ്ട് മനസ്സിലാക്കുക. ലിമിറ്റ് x tends to 0 minus f of x ആണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്. ഫംഗ്ഷൻ x=0 കണ്ടിന്യൂസ് ആവണമെങ്കിൽ എന്താവണം, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും വാല്യൂവും സെയിം ആവണം. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഓഫ് f of x at x=0 is limit x tends to 0 minus f of x is limit h tends to 0 f of 0 minus h. നമ്മൾ പറഞ്ഞു limit x tends to a minus f of x is limit h tends to 0 f of a minus h ആണ്. x=a യിലുള്ള ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്. പക്ഷേ ഇവിടെ x=0 ആയതുകൊണ്ട് എയുടെ സ്ഥാനത്ത് 0 ആവും. അപ്പോൾ നമുക്ക് ലിമിറ്റ് h tends to 0 ലിമിറ്റ് h tends to 0 f of 0 minus h എന്ന് പറഞ്ഞാൽ 0 minus h is minus h is equal to limit h tends to 0 f of minus h എന്താണ്, f of x equal to mod x. അപ്പോൾ f of minus h എങ്ങനെയാണ്, mod minus h is equal to limit h tends to 0 ലിമിറ്റ് h tends to 0 mod minus h എന്ന് പറഞ്ഞാൽ എന്താ, നെഗറ്റീവ് സംഖ്യയുടെ മോഡൽസ് എടുക്കുമ്പോൾ എന്തിനാ കിട്ടുക, പോസിറ്റീവ് സംഖ്യയാണ് കിട്ടുക. അല്ലെങ്കിൽ ലിമിറ്റ് h tends to 0 h ലിമിറ്റ് h tends to 0 h എന്ന് പറഞ്ഞാൽ എന്താ 0, h ന് 0 എന്ന് ഡയറക്റ്റ് കൊടുത്താൽ മതി, 0 ആണ്. അപ്പോൾ x=0 ലുള്ള ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്താണ്, 0. ഇനി റൈറ്റ് ഹാൻഡ് ലിമിറ്റ് at x=0. This is left hand limit at x=0, right hand limit എങ്ങനെയാണ്, limit x tends to 0 plus f of x. limit x tends to 0 plus f of x എങ്ങനെയാണ്, limit h tends to 0 f of 0 plus h. നമ്മൾ പറഞ്ഞു limit x tends to a plus f of x is limit h tends to 0 f of a plus h എന്ന് പറഞ്ഞ ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് x=a എന്ന് പറഞ്ഞ പോയിന്റിലുള്ള റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആണ്. ഇവിടെ x=0 ആയതുകൊണ്ട് നമ്മൾ a ക്ക് പകരം 0 കൊടുത്തു. അപ്പോൾ നമുക്ക് അതെങ്ങനെ കിട്ടാം, ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് h tends to 0 f of 0 plus h എന്ന് പറഞ്ഞാൽ എന്താ, h f of h is equal to limit h tends to 0 f of h എന്താണ്, f of x is equal to mod x. therefore f of h എന്താണ്, mod h, x ന് പകരം h കൊടുക്കുക. limit h tends to 0 mod h. അപ്പോൾ നമുക്ക് limit h tends to 0 modulus of h. what is h? h is a very small positive quantity. h വളരെ ചെറിയ പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ അതിന്റെ മോഡുലസ് എടുത്താൽ എന്താ കിട്ടുക, അത് തന്നെ കിട്ടുക. ലിമിറ്റ് h tends to 0 h എങ്ങനെ h ന് 0 ഒന്നും കൊടുക്കുക, അപ്പോൾ 0 ആണ് കിട്ടുക. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് at x=0 is 0, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് at x=0 is also 0. ഇനി f of 0 യും കാണാം. f of 0 എന്ന് പറഞ്ഞാൽ എന്താ, mod 0 എന്ന് പറഞ്ഞാൽ എന്താ, 0 ആണ്. f of x equal to mod x. അപ്പോൾ f of 0 എന്ന് പറഞ്ഞാൽ എന്താ, mod 0 എന്താണ്, 0 ആണ്. അപ്പോൾ നമുക്ക് x equal to 0 യിലുള്ള ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും വാല്യൂ, അതായത് f of 0 ഇത് മൂന്നും ഈക്വൽ ആയതുകൊണ്ട് x equal to 0 യിൽ ആ ഫംഗ്ഷൻ എന്താണ്, കണ്ടിന്യൂസ് ആണ്. ദാറ്റ് ഈസ്
f of x is continuous at x equal to 0. f of x equal to 0 ൽ എന്താണ് കണ്ടിന്യൂസ് ആണ്. എന്തുകൊണ്ടാണ് കണ്ടിന്യൂസ് പറയാൻ കാരണം ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് അറ്റ് എക്സ് ഈക്വൽ 0 ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ് അറ്റ് എക്സ് ഈക്വൽ 0 ഈക്വൽ ടു എഫ് ഓഫ് 0. ഇത് കണ്ടിന്യൂസ് പറയാൻ കാരണം ലെഫ്റ്റ് hand limit at x equal to 0, that is limit x tends to 0 minus f of x is equal to limit x tends to 0 plus f of x is equal to f of 0. ഇത് മൂന്നും ഈക്വൽ ആണ്. therefore f of x is equal to mod x is continuous at x equal to 0. x equal to 0 ൽ എന്താണ് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ x equal to 0 ൽ കണ്ടിന്യൂസ് ആണ് നമ്മൾ പ്രൂവ് ചെയ്തു. അല്ലെങ്കിൽ നമുക്ക് നോക്കി അറിയാം എക്സ് ഈക്വൽ 0 ൽ ഫംഗ്ഷന്റെ ഗ്രാഫിന് ബ്രേക്ക് ഇല്ല, അതുകൊണ്ട് എക്സ് ഈക്വൽ 0 ൽ കണ്ടിന്യൂസ് ആണ്. പക്ഷേ നമ്മൾ എക്സ് ഈക്വൽ 0 ൽ മോഡ് എക്സ് ഡിഫറൻഷ്യബിൾ അല്ല, അത് പ്രൂവ് ചെയ്യണം. അതെങ്ങനെ പ്രൂവ് ചെയ്യുക? ഡിഫറൻഷ്യബിൾ ആണോ അല്ലയോ നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യുക? ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും കാണുക. അത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ആ ഫംഗ്ഷൻ ആ പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആയിരിക്കും. അപ്പം നമുക്ക് ഇനി ഡിഫറൻഷ്യബിൾ അല്ല എന്ന് പ്രൂവ് ചെയ്യാം. നമുക്ക് ഡിഫറൻഷ്യബിലിറ്റി അറ്റ് എക്സ് ഈക്വൽ 0, എക്സ് ഈക്വൽ 0 ലെ ഡിഫറൻഷ്യബിലിറ്റി ചെക്ക് ചെയ്യാം. നമുക്ക് എക്സ് ഈക്വൽ 0 ൽ ഡിഫറൻഷ്യബിൾ ആവണമെങ്കിൽ നമ്മൾ എന്ത് കാണണം? ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് അറ്റ് എക്സ് ഈക്വൽ 0. പിന്നെ അതുപോലെ എന്ത് കാണണം? റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് അറ്റ് എക്സ് ഈക്വൽ 0. എൽ എഫ് ഡാഷ് ഓഫ് 0 ആർ എഫ് ഡാഷ് ഓഫ് 0 ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ നമ്മൾ എന്ത് പറയാം? ഫംഗ്ഷൻ ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽ 0. എൽ എഫ് ഡാഷ് ഓഫ് 0 കാണുന്നതിന്റെ ഫോർമുല എന്താണ്? ലിമിറ്റ് എച്ച് ടെൻഡ്സ് ടു 0. നമ്മൾ നേരത്തെ എൽ എഫ് ഡാഷ് ഓഫ് എ കാണുന്ന ഫോർമുല എഴുതി, അതിന് എക്ക് പകരം 0 കൊടുത്താൽ മതി. ലിമിറ്റ് എച്ച് ടെൻഡ്സ് ടു 0 എഫ് ഓഫ് എ മൈനസ് എച്ച് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് 0 മൈനസ് എച്ച് മൈനസ് എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് 0 ഡിവൈഡഡ് ബൈ മൈനസ് എച്ച്. സോ ദിസ് ഈസ് ലിമിറ്റ് എച്ച് ടെൻഡ്സ് ടു 0 എഫ് ഓഫ് 0 മൈനസ് എച്ച്. 0 മൈനസ് എച്ച് എന്ന് പറഞ്ഞാൽ മൈനസ് എച്ച്, ദാറ്റ് ഈസ് എഫ് ഓഫ് മൈനസ് എച്ച് മൈനസ് എഫ് ഓഫ് 0 എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ്. അപ്പോൾ എഫ് ഓഫ് 0 എങ്ങനെയാണ്? എക്സിന് 0 എന്ന് കൊടുക്കുക. എഫ് ഓഫ് 0 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എന്ത് കാണണമെങ്കിലും എഫ് ഓഫ് എക്സ് എന്നല്ലേ കാണുക. f of 0 is mod 0. mod 0 എന്താണ്? 0 divided by minus h is equal to limit h tends to 0 limit h tends to 0. f of minus h എന്താണ്? f of x is equal to mod x. f of minus h എന്താണ്? mod minus h. പക്ഷേ mod minus h എന്ന് പറഞ്ഞാൽ എന്താണ്? f of minus h എന്ന് പറഞ്ഞാൽ modulus of minus h. mod minus h എന്ന് പറഞ്ഞാൽ എന്താ? നെഗറ്റീവ് ക്വാണ്ടിറ്റിന്റെ മോഡ് എടുക്കുമ്പോൾ അതെന്താവും? പോസിറ്റീവ് ആവും. അപ്പോൾ modulus of minus h ആണ് f of minus h. അപ്പോൾ modulus of minus h എന്ന് പറഞ്ഞാൽ എന്താവും? h ആവും. h minus 0 divided by minus h that is equal to limit h tends to 0 h minus 0 എന്താണ്? h by minus h is equal to limit h tends to 0 h by minus h എന്ന് പറഞ്ഞാൽ എന്താ? minus 1. so what is limit h tends to 0 minus 1? limit h tends to 0 minus 1 എന്ന് പറഞ്ഞാൽ എന്താ? minus 1 തന്നെയാണ്. See, we have seen that limit of a constant is that constant itself. ഒരു കോൺസ്റ്റന്റിന്റെ ലിമിറ്റ് തന്നെയാണ്, ആ കോൺസ്റ്റന്റ് തന്നെയാണ്. അപ്പോൾ എക്സ് ഈക്വൽ 0 ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എന്താണ്? -1 ആണ്. ഇനി നമുക്ക് റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് കൊണ്ടുപോകുക. ആർ എഫ് ഡാഷ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ എന്താ? റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് അറ്റ് എക്സ് ഈക്വൽ 0. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ലിമിറ്റ് എച്ച് ടെൻസ് 0 ആർ എഫ് ഡാഷ് ഓഫ് 0 ആയതുകൊണ്ട് ഇവിടെ 0 മൈനസ് എച്ച് എന്നുള്ളത് 0 എന്ന് പറഞ്ഞ പോയിന്റിൽ ആയതുകൊണ്ടാണ് ഇവിടെ 0 വരുന്നത്. a plus h തവരാ, അപ്പോൾ 0 plus h മൈനസ് എഫ് ഓഫ് 0 ഡിവൈഡഡ് ബൈ മൈനസ് എച്ച് എന്നുള്ള എന്താവും? പ്ലസ് എച്ച് ആവും. അപ്പോൾ എന്താണ്? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് 0 പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എച്ച് മൈനസ് എഫ് ഓഫ് 0 എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ മോഡ് എക്സ് ആയതുകൊണ്ട് എഫ് ഓഫ് 0 എന്താണ്? മോഡ് 0 ഡിവൈഡ് ബൈ എച്ച് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എച്ച് എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ്. അപ്പോൾ എഫ് ഓഫ് എച്ച് എന്താണ്? മോഡ് എച്ച് എന്ന് പറഞ്ഞാൽ എന്താ? എഫ് ഓഫ് എച്ച് ഇസ് ഈക്വൽ മോഡ് എച്ച് എന്ന് പറഞ്ഞാൽ എന്താ? എച്ച് പോസിറ്റീവ് ആണ്, അപ്പോൾ മോഡൽസ് എന്ന് പറഞ്ഞാൽ അത് തന്നെ ആയിരിക്കും. എച്ച് ഡിവൈഡ് ബൈ എച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എച്ച് ബൈ എച്ച് എന്ന് പറഞ്ഞാൽ എന്താ? 1. സോ ലിമിറ്റ് ഓഫ് എ കോൺസ്റ്റന്റ് 1 ഈസ് എ കോൺസ്റ്റന്റ്. ലിമിറ്റ് ഓഫ് എ കോൺസ്റ്റന്റ് ഈസ് ദാറ്റ് കോൺസ്റ്റന്റ് ഇറ്റ്സെൽഫ്. കോൺസ്റ്റന്റിന്റെ ലിമിറ്റ് ആ കോൺസ്റ്റന്റ് തന്നെ ആയിരിക്കും. ഇപ്പോൾ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് നമുക്ക് കിട്ടിയത് -1 ആണ്, റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എത്ര കിട്ടിയത്? 1 ആണ്. ഇത് രണ്ടും ഈക്വൽ അല്ല. അപ്പോൾ അതുകൊണ്ട് എക്സ് ഈക്വൽ 0 എന്തല്ല? ഡിഫറൻഷ്യബിൾ അല്ല, അല്ലെങ്കിൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ പറയാം. അപ്പോൾ എൽ എഫ് ഡാഷ് ഓഫ് 0 നോട്ട് ഈക്വൽ ടു ആർ എഫ് ഡാഷ് ഓഫ് 0. എൽ എഫ് ഡാഷ് ഓഫ് 0യും ആർ എഫ് ഡാഷ് ഓഫ് 0യും എന്തല്ല? ഈക്വൽ അല്ല. therefore എഫ് ഓഫ് എക്സ് is equal to mod x is not differentiable
നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽ 0. എഫ് ഓഫ് എക്സ് ഈക്വൽ മോഡ് എക്സ് ഈക്വൽ 0യിൽ എന്തല്ല, ഡിഫറൻഷ്യബിൾ അല്ല. പക്ഷേ എക്സ് ഈക്വൽ 0യിൽ എന്താണ്, കണ്ടിന്യൂസ് ആണ്. സോ എവറി കണ്ടിന്യൂസ് ഫംഗ്ഷൻ നീഡ് നോട്ട് ബി ഡിഫറൻഷ്യബിൾ. എല്ലാ കണ്ടിന്യൂസ് ഫംഗ്ഷനും എന്താവണമെന്നില്ല, ഡിഫറൻഷ്യബിൾ ആവണമെന്നില്ല. പക്ഷെ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെങ്കിൽ നിർബന്ധമായും എന്തായാൽ മതിയാവൂ, അത് ഡിഫറൻഷ്യബിൾ. ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആവണമെങ്കിൽ ആ ഫംഗ്ഷൻ നിർബന്ധമായും എന്തായാൽ മതിയാവൂ, കണ്ടിന്യൂസ് ആയേ മതിയാവൂ. അതായത് ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെങ്കിൽ ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആവണമെങ്കിൽ ആ ഫംഗ്ഷൻ എന്തായാലും കണ്ടിന്യൂസ് ആയേ മതിയാവുള്ളൂ. കണ്ടിന്യൂസ് അല്ലെങ്കിൽ ഒരിക്കലും ഡിഫറൻഷ്യബിൾ ആവില്ല. പക്ഷെ കണ്ടിന്യൂസ് ആണ് എന്നുള്ളത് കൊണ്ട് എപ്പോഴും എന്താവണമെന്നില്ല, ഡിഫറൻഷ്യബിൾ ആവണമെന്നില്ല. അപ്പോൾ ആ വ്യത്യാസം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഗ്രാഫ് തന്നിട്ടുള്ള കേസിൽ നമുക്കൊരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണോ എന്നല്ലോ ചെക്ക് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സിന്റെ ഗ്രാഫ് നമുക്ക് തന്നിട്ട് വിചാരിക്കാം. വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽ ടു എ. എഫ് ഓഫ് എക്സ് ഇത് ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. എഫ് ഓഫ് എക്സ് എക്സ് ഈക്വൽ ടു എയിൽ ഡിഫറൻഷ്യബിൾ അല്ലാതിരിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാ? ഒന്ന്, എക്സ് ഈക്വൽ ടു എയിൽ കണ്ടിന്യൂസ് അല്ലാതിരിക്കുക. കണ്ടിന്യൂസ് അല്ലെങ്കിൽ ഒരിക്കലും ഡിഫറൻഷ്യബിൾ ആവില്ല. പക്ഷെ കണ്ടിന്യൂസ് ആണ് എന്നുള്ളത് കൊണ്ട് ഡിഫറൻഷ്യബിൾ ആവണം എന്നുമില്ല. അപ്പോൾ പക്ഷേ കണ്ടിന്യൂസ് ആണെങ്കിൽ മാത്രമേ ആ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആവുള്ളൂ. അപ്പോൾ എക്സ് ഈക്വൽ ടു എയിൽ ഡിഫറൻഷ്യബിൾ അല്ലാതിരിക്കണമെങ്കിൽ എന്താണ് മതി? എഫ് ഓഫ് എക്സ് ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു എ. എക്സ് ഈക്വൽ ടു എയിൽ കണ്ടിന്യൂസ് അല്ലാതിരുന്നാൽ മതി, എന്നാൽ ഡിഫറൻഷ്യബിൾ ആയിരിക്കില്ല. പക്ഷെ എന്താണ്, കണ്ടിന്യൂസ് ആണ് എന്നുള്ളതുകൊണ്ട് ഡിഫറൻഷ്യബിൾ ആവണമെന്നില്ല. അപ്പോൾ കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് ഡിഫറൻഷ്യബിലിറ്റിയുടെ ഒരു നെസസറി കണ്ടീഷൻ മാത്രമാണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു എ. നമുക്ക് അല്ലെങ്കിൽ എന്തുണ്ടായാൽ മതി? എഫ് ഓഫ് എക്സ് ഹാസ് എ കോർണർ പോയിന്റ് അറ്റ് എക്സ് ഈക്വൽ ടു എ, or f of x has a vertical tangent at x equal to a. Vertical tangent at x equal to a. ഈ മൂന്ന് കേസിലും ഫംഗ്ഷൻ എന്താവില്ല, ഡിഫറൻഷ്യബിൾ ആവില്ല. ഇപ്പോൾ ഒരു എക്സ് ഈക്വൽ ടു എയിൽ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ലാതിരിക്കണമെങ്കിൽ ഈ മൂന്ന് കേസ് ഏതെങ്കിലും ഉണ്ടായാൽ മതി. ഒന്ന്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു എ. എക്സ് ഈക്വൽ ടു എയിൽ കണ്ടിന്യൂസ് അല്ലാതിരിക്കുക. കണ്ടിന്യൂസ് അല്ലെങ്കിൽ ഒരിക്കലും ഡിഫറൻഷ്യബിൾ ആവില്ല. അപ്പോൾ എക്സ് ഈക്വൽ ടു എയിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഫംഗ്ഷന്റെ ഗ്രാഫിൽ ബ്രേക്ക് ഉണ്ടാവുക, അപ്പോൾ ഡിസ്കണ്ടിന്യൂസ് ആവുക. പക്ഷെ ഇവിടെ എഫ് ഓഫ് എക്സ് ഈക്വൽ മോഡ് എക്സിന്റെ ഗ്രാഫ് നമ്മൾ കണ്ടു. ഇവിടെ എഫ് ഓഫ് എക്സ് ഈക്വൽ മോഡ് എക്സ് കണ്ടിന്യൂസ് ആണ്, പക്ഷേ എന്തല്ല, ഡിഫറൻഷ്യബിൾ അല്ല. അപ്പോൾ ഡിസ്കണ്ടിന്യൂസ് ആണെങ്കിൽ എന്തായാലും എന്തായിരിക്കും, ഡിഫറൻഷ്യബിൾ ആയിരിക്കില്ല. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ഡിസ്കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു എ. എഫ് ഓഫ് എക്സ് ഡിസ്കണ്ടിന്യൂസ് ആവുക. എക്സ് ഈക്വൽ ടു എയിൽ കണ്ടിന്യൂസ് അല്ലാതിരുന്നാൽ ആ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിളും ആവില്ല. അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ഹാസ് കോർണർ പോയിന്റ് അറ്റ് എക്സ് ഈക്വൽ ടു എ. നമുക്ക് ഇവിടെ ഒരു കോർണർ പോയിന്റ് ഉണ്ട്. കോർണർ പോയിന്റ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, ഇങ്ങനെ ഷാർപ്പ് ടേണിങ്. ഇവിടെ എക്സ് ഈക്വൽ 0യിൽ എന്തുണ്ട്, കോർണർ പോയിന്റ് ഉണ്ട്. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റിൽ കോർണർ പോയിന്റ് ഉണ്ടെങ്കിൽ ആ പോയിന്റിൽ എന്തുണ്ടാവില്ല, എന്തായിരിക്കില്ല, ഡിഫറൻഷ്യബിൾ ആയിരിക്കില്ല. ഇപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ മോഡ് എക്സിന് എക്സ് ഈക്വൽ 0യിൽ ഒരു കോർണർ പോയിന്റ് ഉണ്ട്. അതുകൊണ്ട് ആ ഗ്രാഫ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവണം ഇവിടെ ഒരു കോർണർ പോയിന്റ് ഉള്ളത് കൊണ്ട് ആ പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആയിരിക്കില്ല എന്ന് മനസ്സിലാവണം. അത് നമ്മൾ പ്രൂവ് ചെയ്തു ഡിഫറൻഷ്യബിൾ അല്ലാന്ന്. അല്ലെങ്കിൽ എഫ് ഓഫ് എക്സിന് എക്സ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞ പോയിന്റിൽ എഫ് ഓഫ് എക്സിന് ഒരു ടാൻജന്റ് വരച്ചാൽ അത് വെർട്ടിക്കൽ ടാൻജന്റ് ആവാം. വൈ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു ടാൻജന്റ് ആണ് ഒരു കർവിന് ഒരു പോയിന്റിൽ എക്സ് ഈക്വൽ ടു എയിൽ ഉള്ളതെങ്കിൽ, വെർട്ടിക്കൽ ടാൻജന്റ് ആണ് ഒരു പോയിന്റിൽ ഉള്ളതെങ്കിൽ ആ പോയിന്റിൽ ഫംഗ്ഷൻ എന്താവില്ല, ഡിഫറൻഷ്യബിൾ ആയിരിക്കില്ല. അപ്പോൾ ഈ മൂന്ന് കേസിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ എന്തായിരിക്കില്ല, ഡിഫറൻഷ്യബിൾ ആയിരിക്കില്ല. ഇനി ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് ഒരു ടോപ്പിക്കിൽ നിന്ന് മുൻ വർഷങ്ങളിൽ നിങ്ങളോട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പോൾ നമുക്ക് HSA 2013 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു സൈൻ ഓഫ് 1/x, എക്സ് നോട്ട് ഈക്വൽ ടു 0, 0 when x ഈക്വൽ ടു 0 എന്ന ഫലനം എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ സ്വീകാര്യമായത് ഏത്? ഈ ഫംഗ്ഷനിൽ സ്വീകാര്യമായത് ഈ നാലെണ്ണത്തിൽ ഏതാണെന്ന് ചോദ്യം. ഒന്ന്, എക്സ് ഈക്വൽ 0 എന്ന ബിന്ദുവിൽ അവകലനീയമാണ്. അവകലനീയം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഡിഫറൻഷ്യബിൾ. ഇപ്പോൾ എക്സ് ഈക്വൽ 0യിൽ ഡിഫറൻഷ്യബിൾ ആണ്. എക്സ് ഈക്വൽ 0യിൽ എന്ന ബിന്ദുവിൽ അവകലനീയമല്ല. എക്സ് ഈക്വൽ 0യിൽ ഡിഫറൻഷ്യബിൾ അല്ല. ഇപ്പോൾ എക്സ് ഈക്വൽ 0യിൽ ഡിഫറൻഷ്യബിൾ ആണ്, ഡിഫറൻഷ്യബിൾ അല്ല. ഒരു ബിന്ദുവിലും
അവകലനീയമല്ല, ഒറ്റ ബിന്ദുവിലും ഡിഫറൻഷ്യബിൾ അല്ല, എല്ലാ ബിന്ദുവിലും അവകലനീയമാണ്, എല്ലാ ബിന്ദുവിലും ഡിഫറൻഷ്യബിൾ ആണ്, എല്ലാ പോയിന്റിലും ഡിഫറൻഷ്യബിൾ ആണ്, ഒരു പോയിന്റിൽ പോലും ഡിഫറൻഷ്യബിൾ അല്ല, x=0 ഡിഫറൻഷ്യബിൾ അല്ല, x=0 എന്താണ് ഡിഫറൻഷ്യബിൾ ആണ്. ഇതിൽ എഫ് ഓഫ് എക്സിനെ കുറിച്ച് ശരിയായ പ്രസ്താവന ഏതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഡിഫറൻഷ്യബിലിറ്റി ചെക്ക് ചെയ്യാം. x=0 എന്ന് പറഞ്ഞ പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ x=0 ഡിഫറൻഷ്യബിൾ ആണോ നമ്മൾ ചെക്ക് ചെയ്യണമെങ്കിൽ എന്താവണം, ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് അറ്റ് x=0 മസ്റ്റ് ബി ഈക്വൽ ടു ദ റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് അറ്റ് x=0. അപ്പോൾ നമുക്ക് x=0 ഈ ഫംഗ്ഷന്റെ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും ഈക്വൽ ആവണം, എന്നാലേ x=0 ഡിഫറൻഷ്യബിൾ ആവുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം, നമുക്ക് റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവോ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ഏതെങ്കിലും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് കണ്ടോ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് അറ്റ് x=0 r f'(0) ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. ലിമിറ്റ് h tends to 0 f of 0 plus h minus f of 0 divided by h. റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് അറ്റ് x=0 കാണുന്ന ഫോർമുല എഴുതിയത് r f'(a) എങ്ങനെ എഴുതാം, ലിമിറ്റ് h tends to 0 f of a plus h minus f of a divided by h. ഇവിടേക്ക് വരും 0 ആണ്. അപ്പോൾ നമുക്ക് നോക്കാം, ലിമിറ്റ് h tends to 0, ലിമിറ്റ് h tends to 0 f of 0 plus h എന്താ f of h മൈനസ് f of 0 എന്താ f of 0 എന്ന് പറഞ്ഞാൽ x=0 ആകുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ, x=0 ആകുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ 0 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ f of 0 0 ആണ്, ഡിവൈഡഡ് ബൈ h ഈക്വൽ ടു ലിമിറ്റ് h tends to 0 f of h എന്താണ്, f of x is equal to x sin 1/x ആണ്. f of x എന്താണ്, x sin 1/x. അപ്പോൾ f of h എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക, x ന്റെ സ്ഥാനത്തൊക്കെ h കൊടുക്കുക. അപ്പോൾ h into sin 1/h എന്ന് വരും, h sin 1/h എന്ന് വരും. ഈ -0 മൈനസ് ചെയ്താൽ ഒരു വ്യത്യാസം വരില്ലല്ലോ. അപ്പോൾ f of h -0 എന്ന് പറഞ്ഞാൽ f of h തന്നെയാണ്, ഡിവൈഡഡ് ബൈ h. അപ്പോൾ ഈ h ക്യാൻസൽ ചെയ്യാം. f of h is h sin 1/x, f of x is x sin 1/x, therefore f of h is h into sin 1/h. h into sin 1/h minus 0 എന്ന് പറഞ്ഞാൽ എന്താ, 0 മൈനസ് ചെയ്താൽ തന്നെ കിട്ടില്ലേ, h sin 1/h തന്നെയാണ് കിട്ടുക, ഡിവൈഡ് ബൈ h. അപ്പോൾ ഈ h ക്യാൻസൽ ചെയ്തു, ബാക്കി എന്തേ ഉള്ളൂ, ഈക്വൽ ടു ലിമിറ്റ് h tends to 0 sin of 1/h, ലിമിറ്റ് h tends to 0 sin of 1/h. നമുക്ക് ലിമിറ്റ് h tends to 0 sin of 1/h, ഈ ലിമിറ്റ് നമുക്ക് h ന് 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് sin of 1/0 എന്നാണ് കിട്ടുക, വിച്ച് ഇസ് നോട്ട് ഡിഫൈൻഡ്. h ന് 0 കൊടുത്താൽ എന്താ കിട്ടുക, sin of 1/0, 1/0 is not defined, so sin of 1/0 is not defined, so this is not defined. ഈ ലിമിറ്റ് എന്താണ്, ഡിഫൈൻഡ് അല്ല. ഡിഫൈൻഡ് അല്ല എന്ന് പറഞ്ഞാൽ ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഈ നോക്ക്, ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും ഈക്വൽ ആണെങ്കിൽ മാത്രമേ ആ ഫംഗ്ഷൻ ആ പോയിന്റിൽ എന്താവുള്ളൂ, ഡിഫറൻഷ്യബിൾ ആവുള്ളൂ. അപ്പൊ നമ്മൾ x=0 റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് കണ്ടപ്പോൾ തന്നെ അത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. പിന്നെ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് കാണേണ്ട ആവശ്യമില്ല. അപ്പോൾ x=0 നമ്മൾ റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് കാണുമ്പോൾ തന്നെ ആ റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എന്ത് ചെയ്യുന്നില്ല, എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ്. റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ഡിഫൈൻഡ് അല്ലെങ്കിൽ പിന്നെ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ദാറ്റ് മീൻസ് ദ ഫംഗ്ഷൻ ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് x=0. അപ്പോൾ x=0 ആ ഫംഗ്ഷൻ എന്തല്ല, ഡിഫറൻഷ്യബിൾ അല്ല. കാരണം റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് മാത്രമേ നമ്മൾ കണ്ടുള്ളൂ, അത് ഡിഫൈൻഡ് അല്ലെങ്കിൽ പിന്നെ നമുക്ക് ബാക്കി ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് കാണേണ്ട ആവശ്യമില്ല. അപ്പോൾ x=0 എന്ന് പറഞ്ഞ പോയിന്റിൽ ആ ഫംഗ്ഷൻ എന്തല്ല, ഡിഫറൻഷ്യബിൾ അല്ല. അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ. നോക്ക്, ഇതേ പോയിന്റ് നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടില്ല. ഈ ഫംഗ്ഷൻ x=0 കണ്ടിന്യൂസ് ആണോ എന്നാണ് ക്വസ്റ്റ്യൻ വിചാരിക്കാം. ഈ ഫംഗ്ഷൻ x=0 കണ്ടിന്യൂസ് ആണോ എന്നാണ് ക്വസ്റ്റ്യൻ വിചാരിക്കാം. നമുക്ക് അങ്ങനെ ചോദിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ x=0 കണ്ടിന്യൂസ് ആണോ അല്ലേ എന്നുള്ളതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ എങ്ങനെയാ ചെയ്യാം, കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാം. കണ്ടിന്യൂറ്റി അറ്റ് x=0 അല്ല കണ്ടിന്യൂറ്റി. നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ആവശ്യമില്ല. ഇവിടെ ഡിഫറൻഷ്യബിൾ ആണോ അല്ലയോ എന്നുള്ളതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ക്വസ്റ്റ്യൻ. പക്ഷെ നമ്മളോട് ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ നമുക്ക് വെറുതെ ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഫംഗ്ഷൻ കണ്ടിന്യൂറ്റിയിലും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ x=0 കണ്ടിന്യൂസ് ആവണമെങ്കിൽ എന്താവണം, ലിമിറ്റ് x tends to 0 f of x എന്തിന് ഈക്വൽ ആവണം, f of 0 ഈക്വൽ ആവണം. x=0 കണ്ടിന്യൂസ് ആവണമെങ്കിൽ എന്താവണം, ലിമിറ്റ് ഈസ് ഈക്വൽ ടു വാല്യൂ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു കണ്ടിന്യൂറ്റി ഡെഫിനിഷൻ എന്താണ്, ലിമിറ്റ് ഈസ് ഈക്വൽ ടു വാല്യൂ. അപ്പോൾ x=0 കണ്ടിന്യൂസ് ആവണമെങ്കിൽ ലിമിറ്റ് x tends to 0 f of x എന്തിന് ഈക്വൽ ആവണം, f of 0 ഈക്വൽ ആവണം. അപ്പോൾ ലിമിറ്റ് x tends to 0 f of x എന്താണ്,
ലിമിറ്റ് എക്സ് ടെൻസ് 0 എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് 0. ഇവിടെ 0 മൈനസും 0 പ്ലസും ഒന്നും കാണേണ്ട ആവശ്യമില്ല. ലിമിറ്റ് എക്സ് ടെൻസ് 0 എഫ് ഓഫ് എക്സ് ഡയറക്റ്റ് കണ്ടാൽ മതി. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് 0 എഫ് ഓഫ് എക്സ് എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് 0 എഫ് ഓഫ് എക്സ് എന്താണ്? എക്സ് സൈൻ 1/x ആണ്. എക്സ് ഇൻറ്റു സൈൻ 1/x. ഇവിടെ നമുക്ക് ഇവിടെ എക്സിന് 0 അല്ലേ നമ്മൾ കൊടുക്കുക. അപ്പോൾ 0 ഇൻറ്റു സംതിങ് എന്നല്ല കിട്ടുക, ഈക്വൽ ടു 0 ഇൻറ്റു എ ഫൈനൈറ്റ് ക്വാണ്ടിറ്റി. ഇവിടെ എക്സ് ഈക്വൽ 0 എന്നല്ല ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ 0 ഇൻറ്റു സംതിങ് എന്നാണ് കൊടുക്കുക. സോ 0 ഇൻറ്റു സംതിങ് ഈസ് 0. 0 ഇൻറ്റു സൈൻ ഓഫ് സംതിങ് എന്നാണ് ഇവിടെ കിട്ടുക. അപ്പോൾ 0 ഇൻറ്റു സൈൻ ഓഫ് സംതിങ് എന്ന് പറഞ്ഞാൽ എന്തിനായിരിക്കും? ഈ ബാക്കിയുള്ളത് നമ്മൾ ഇത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ 0 ഇൻറ്റു സംതിങ് ഈസ് 0. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് 0 എഫ് ഓഫ് എക്സ് എന്താണ്? 0 ആണ്. എഫ് ഓഫ് 0യോ? എഫ് ഓഫ് 0 എക്സ് ഈക്വൽ 0യിലുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ, എക്സ് ഈക്വൽ 0യിലുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ ആണ് എഫ് ഓഫ് 0. അതെന്താണ്? 0 ആണ്. അത് നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ഗിവൺ. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് 0 എഫ് ഓഫ് എക്സ്, ലിമിറ്റ് എക്സ് ടെൻസ് 0 എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് 0. Therefore എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0. അപ്പോൾ നോക്കി, ഈ ഫംഗ്ഷനും എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ പോയിന്റിൽ കണ്ടിന്യൂസ് ആണ്. പക്ഷേ ഈ ഫംഗ്ഷൻ എക്സ് ഈക്വൽ 0യിൽ എന്തല്ല? ഡിഫറൻഷ്യബിൾ അല്ല, അവകലനീയമല്ല. അപ്പോൾ ഒരു പോയിന്റിൽ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എന്നുള്ളത് കൊണ്ട് ഒരു പോയിന്റിൽ എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണ് എന്നുള്ളത് കൊണ്ട് ആ പോയിന്റിൽ ആ ഫംഗ്ഷൻ എന്താവണമെന്നില്ല? ഡിഫറൻഷ്യബിൾ ആവണം എന്നില്ല. ഇവിടെ എക്സ് ഈക്വൽ 0യിൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, പക്ഷേ എക്സ് ഈക്വൽ 0യിൽ എന്തല്ല? ഡിഫറൻഷ്യബിൾ അല്ല. നേരത്തെ നമ്മൾ മോഡ് എക്സിന്റെ എക്സാമ്പിളും കണ്ടു. മോഡ് എക്സ് ഈക്വൽ 0യിൽ കണ്ടിന്യൂസ് ആണ്, പക്ഷേ എക്സ് ഈക്വൽ 0യിൽ എന്തല്ല? ഡിഫറൻഷ്യബിൾ അല്ല. So every continuous function need not be differentiable. എല്ലാ continuous ഫംഗ്ഷനും എന്താവണമെന്നില്ല? ഡിഫറൻഷ്യബിൾ ആവണമെന്നില്ല. ബട്ട് എവറി ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. എല്ലാ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷനും എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. പക്ഷെ ഓർക്കുക, ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആവണമെങ്കിൽ ആ ഫംഗ്ഷൻ, ഒരു പോയിന്റിൽ ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആവണമെങ്കിൽ ആ പോയിന്റിൽ ആ ഫംഗ്ഷൻ നിർബന്ധമായും എന്തായേ മതിയാവും? കണ്ടിന്യൂസ് ആയേ മതിയാവും. കണ്ടിന്യൂസ് അല്ല എങ്കിൽ ആ പോയിന്റിൽ ആ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആവണം എന്നില്ല. കണ്ടിന്യൂസ് അല്ലെങ്കിൽ ആ പോയിന്റിൽ ആ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആയിരിക്കില്ല. കണ്ടിന്യൂസ് ആണ് എന്നുള്ളത് കൊണ്ട് ആ പോയിന്റിൽ ആ ഫംഗ്ഷൻ എന്താവണമെന്നില്ല? ഡിഫറൻഷ്യബിൾ ആവണമെന്നില്ല. അപ്പോൾ കണ്ടിന്യൂറ്റി, ഡിഫറൻഷ്യബിലിറ്റി തമ്മിലുള്ള റിലേഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡിഫറൻഷ്യബിൾ ആണോ അല്ലയോ നമുക്ക് എങ്ങനെയാണ് ചെക്ക് ചെയ്യാമെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. HSA 2013 ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് നമ്മൾ ഇന്നിപ്പോൾ ചെയ്തത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിഫറൻസിയേഷൻ്റെ കൂടുതൽ ടോപ്പിക്കുമായിട്ട് കാണാം. ഇന്നിപ്പോൾ തൽക്കാലം ഇത്രയും മതി. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.